കള്ളനെ പിടിച്ചിരിക്കുകയാണ് നമ്മള്. അവർ ആദ്യത്തെ ചാപ്റ്ററായ ബീർബഹൂട്ടിയിൽ പഠിക്കുന്ന ലൊക്കേഷൻ ഇതാണ് ആക്ച്വലി. എന്തായാലും എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് ഇവിടെ വന്നിട്ട് കുറെ കണ്ടന്റ് കിട്ടുന്നുണ്ട്. ഹലോ ഗൈസ്, നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ ജേർണി എന്ന് പറയുന്നത് ജയ്സൽമേറിൽ നിന്ന് ജയ്പൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ 2 ട്രിപ്പ് എന്ന് പറയുന്നത് കൊല്ലത്തുനിന്ന് അഹമ്മദാബാദിലേക്കും പിന്നീട് അഹമ്മദാബാദിലെ സാബർമതിയിൽ നിന്ന് ജയ്സൽമേറിലേക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ ജയ്സൽമേർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. സോ ജയ്സൽമേറിൽ നിന്ന് അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ജയ്പൂരിലേക്കാണ്. രാജസ്ഥാൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ജയ്പൂരിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ജയ്സൽമേർ ജയ്പൂർ ലീലൺ എക്സ്പ്രസ്സിലാണ് 12467 വണ്ടി. ജയ്സൽമേരിൽ നിന്നാണ് എടുക്കുന്നത്, കാരണം അത് ടെർമിനൽ സ്റ്റേഷൻ ആണല്ലോ. ലോക്കോ അറ്റാച്ച് ചെയ്തിട്ടില്ല, ഇത് അൺഇലക്ട്രിഫൈഡ് ഏരിയ ഉണ്ട്, ഡീസൽ എഞ്ചിനിലായിരിക്കും. തൊട്ട് ഫ്രണ്ടിൽ ഒരു WDP 4D ഡീകപ്പിൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ കഥകളൊന്നും തുറന്നിട്ടില്ല, ആൾക്കാരൊക്കെ വെളിയിൽ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾ 12:20 ട്രെയിൻ എടുക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 10:30 ഏകദേശം 2 മണിക്കൂർ ഇനിയുണ്ട്. ഞങ്ങൾ നേരത്തെ വന്നു. ഞങ്ങളെ ഫോണിലൊന്നും ആക്ച്വലി ചാർജ് ഇല്ല. അതിപ്പോൾ ഇവിടെ കുത്തിയിടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ നോക്കുന്നത്. ഇത് എൻ്റെ ഫോണും ചാർജ് ഇല്ലാണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ എന്തായാലും നമുക്ക് ട്രെയിനിലകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. സോ ഗൈസ്, നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ ആക്ച്വലി അങ്ങ് ഫ്രണ്ടിലായിരുന്നു. ഈ ട്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ലാൽഗഡ് എക്സ്പ്രസ് ആയിട്ട് ഒരു റേക്ക് ഷെയറിംഗ് ഉണ്ട്. നമ്മുടെ ജയ്സൽമേറിൽ നിന്ന് ലാൽഗഡിലോട്ട് പോകുന്ന ആ ഒരു ട്രെയിനായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാൽഗഡ് ജയ്സൽമേർ എക്സ്പ്രസ് ആയിട്ടായിരിക്കണം നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇവിടെ വന്നത്. സോ ആ ഫ്രണ്ടിലാണ് അതിൻ്റെ ലോക്കോ ഇരിക്കുന്നത്. സോ അതിനെ നമ്മൾ തിരിച്ച് ജയ്പൂരിലോട്ട് പോകണമെങ്കിൽ തിരിച്ച് റിവേഴ്സ് അടിച്ച് വേണം പോകാൻ. ഇതൊരു ടെർമിനൽ സ്റ്റേഷനാണ്. സോ അവിടുന്ന് ഒരു ലൂപ്പ് ലൈൻ പോലെ ഒരു ലൈൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ നമ്മുടെ ട്രെയിൻ ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. അങ്ങ് ഫ്രണ്ടിൽ നിന്ന് അവിടുന്ന് ഒരു ലൈൻ കാണുന്നുണ്ട്. ആ ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഇരുട്ടത്ത്. എന്തായാലും ആ ലൈനിൽ നിന്ന് ലോക്കോനെ ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ഡീസൽ ലോക്കോ ആണ്, WDP 4D. അതിനെ അങ്ങ് എവിടെയോ കൊണ്ടുപോയിട്ട് ട്രാക്ക് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ഈ കാണുന്ന പ്ലാറ്റ്ഫോം നമ്പർ 3 കൊണ്ടുവന്നിട്ട് ആ ഫ്രണ്ടിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കാം. സോ ട്രെയിൻ അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് ഡീകപ്പിൾ ചെയ്തിട്ടുണ്ട്. വാതിലൊക്കെ തുറന്നു. നമ്മളിപ്പം ലഗേജൊക്കെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ട്രെയിൻ 11:20 എടുക്കും. മണി ഇപ്പോൾ 12:20 എടുക്കും. മണി ഇപ്പോൾ 11:40 സോ ലെറ്റ്സ് വെയിറ്റ്. സോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലോക്കോ വന്നിട്ടുണ്ട് ഇവിടെ ഈ സൈഡ് അറ്റാച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. 40145 WDP 4D ഭഗത് കി കോട്ടി. എടാ, ഇത് ഈ ട്രെയിനിലല്ലേ? ഈ ലോക്കോ തന്നെയാണല്ലോ നമ്മൾ എന്താണ് സാബർമതിയിൽ നിന്ന് ജയ്സൽമേറിലോട്ട് വന്നത്. നമ്മളിപ്പോൾ വന്നത് ഈ ലോക്കോയിൽ തന്നെയാണല്ലോ. ഓക്കെ. 40145 എന്നായിരുന്നു അതുമെന്നാണ് എൻ്റെ വിശ്വാസം. WDP 4D ഭഗത് കി കോട്ടി ബേസ്ഡ് ലോക്കോ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ഷണ്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഷണ്ടിങ് നമ്മളവിടെ കണ്ടു. അപ്പോൾ ഇനി അവിടുന്ന് പവറപ്പ് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ലൈറ്റ്സൊക്കെ ഓൺ ആവും. ഇപ്പോൾ AC-ലൊക്കെ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഓൺ ആക്കണം. എൻ്റെ ലൈറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു പോർഷനിൽ ലൈറ്റും കാര്യങ്ങളും പ്ലാറ്റ്ഫോമൊക്കെ, അപ്പുറത്തൊക്കെ കൂരിരുട്ടാണ്. ഒന്നുമില്ല. ഇത്രയും വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നിട്ട് പോലും അധികം ഡെവലപ്മെൻ്റ് ഒന്നുമില്ല. 2 ക്യാമറ ഉണ്ട്, അപ്പുറത്തും ക്യാമറ കാണും. പക്ഷേ ഒരു ചാർജിങ് സോക്കറ്റ് പോലും വെളിയിലില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പണി നടക്കുന്നുണ്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ. നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനും പണി നടക്കുന്നുണ്ട്. കാരണം സെൻട്രൽ ഗവൺമെൻറ് ഒരു സ്കീം അനുസരിച്ച് കുറേ റെയിൽവേ സ്റ്റേഷൻസ് അവർ ഗ്ലോബലി അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മുടെ കൊല്ലം ഉൾപ്പെടുന്നുണ്ട്, അതേപോലെ ജയ്സൽമേർ ഉൾപ്പെടുന്നുണ്ട്. സോ പണികളൊക്കെ തകൃതിയായിട്ട് അവിടെ മുന്നേ കാണാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ കൺസ്ട്രക്ഷൻ ലൈൻസൊക്കെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. ആകെ 3 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. ലൈക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കഴിഞ്ഞ് അപ്പുറത്തോട്ടൊക്കെ റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് പോലും അറിയില്ല. അത്രയ്ക്കും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ്. ബട്ട് സ്റ്റിൽ നമുക്കത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ ലൈറ്റ്സ് ഓണായി. സോ നമുക്ക് നമ്മുടെ സീറ്റിലോട്ട് പോവാം.
സോ നമ്മുടെ വണ്ടി 5 മിനിറ്റ് ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 12:20 എടുക്കേണ്ട വണ്ടി 12:25 എടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിൽ നിങ്ങൾക്ക് റാണിഖേത്ത് എക്സ്പ്രസ് കാണാം, കാഠ്ഗോദാം നിന്ന് ജയ്സൽമേർ വരെ പോകുന്ന. അങ്ങനെ 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ജയ്സൽമേറിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. സമയം ഇപ്പം 6:10 ആയിരിക്കുകയാണ്. 6:15 എത്തേണ്ട ട്രെയിനാണ്. നമ്മളിപ്പോൾ ബീക്കാനേർ ജംഗ്ഷനിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ വെച്ചൊരു കള്ളനെ പിടിച്ചിരിക്കുകയാണ് നമ്മൾ. ആക്ച്വലി നിങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിൽ നമ്മളിപ്പോൾ വരുമ്പോൾ തന്നെ എത്ര കള്ളന്മാരെ നമ്മൾ കണ്ടതെന്ന് തന്നെ മനസ്സിലായി. പുള്ളി ആക്ച്വലി ഫോൺ എന്താണ് കട്ടെടുക്കാൻ വേണ്ടി നിന്നായിരുന്നു. നമ്മുടെ EC ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരാളുടെ ഫോൺ കട്ടെടുക്കാൻ വേണ്ടി നോക്കിയതായിരുന്നു. അവന്മാർ കയ്യോടെ പൊക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ RPF-നെ നേരെ കാണാൻ പോവുകയാണ്. പുള്ളിനെ അങ്ങനെ കൈയോടെ നമ്മൾ പിടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്ലീസ്, നോർത്ത് ഇന്ത്യയിൽ പല സ്റ്റേഷനിൽ ഇതുപോലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ പ്ലീസ് ടേക്ക് കെയർ ഓൺ യുവർ ഓൺ ക്രെഡൻഷ്യൽസ്. സോ നമുക്ക് നേരെ RPF-നെ തന്നെ കാണാൻ പോകാം. വെറുതെ വിടുന്ന പണിയില്ല. Train number 140707 Bikaner Junction, Dadar Express from Bikaner Junction to Dadar. എന്തായാലും എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് ഇവിടെ വന്നിട്ട് കുറെ കണ്ടിട്ട് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാർ എന്താണെന്നറിയാൻ വയ്യ. നിങ്ങളുടെ സാധനങ്ങൾ ഒരിക്കലും അലക്ഷ്യമായിട്ട് ഇവിടെ ഇടരുത്. ഇപ്പം തന്നെ നമ്മൾ കയ്യോടെ പിടിച്ചതാണ്. ഇല്ലായിരുന്നെങ്കിൽ ഫോൺ പോയാനെ. അങ്ങനത്തെ അവസ്ഥയാണ്. സോ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യുന്നവർ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിലപ്പെട്ട സാധനങ്ങൾ അലക്ഷ്യമായിട്ട് ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഞങ്ങളിപ്പോൾ RPF-നെ കണ്ടു. സാറിൻ്റെ അടുത്ത് നമ്മൾ കൊടുത്തു. പുള്ളിക്ക് എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് പുള്ളിനെ അങ്ങനെ മുട്ടുകുത്തിയൊക്കെ ഇരിപ്പിച്ചിട്ട് പണിഷ്മെൻ്റൊക്കെ കൊടുക്കുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ഇനി ഇങ്ങനൊരു സംഭവം നടക്കുന്നതിനെക്കാട്ടും നല്ലത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. സോ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ, റൈറ്റ്? അതുകൊണ്ട് ആരും നിങ്ങളുടെ സാധനങ്ങൾ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇടാതിരിക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ. നമുക്കിനി ബിക്കാനർ ജംഗ്ഷൻ എന്നുള്ള ഡിപ്പാർച്ചർ കാണാം. സോ ബീക്കാനേർ ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് സമയത്തിന് തന്നെ പുറപ്പെട്ടിട്ടുണ്ട് വണ്ടി. 6:25 തന്നെ വണ്ടി എടുക്കും. വണ്ടി നേരത്തെ എത്തി. 6:25 തന്നെ വണ്ടി എടുത്തു. സോ ഗൈസ്, നമ്മൾ ഡെഗാണ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് ദൂരം കൂടെ. എല്ലാം കറക്റ്റ് ഓൺ ടൈമിലാണ് ട്രെയിൻ ഇപ്പോൾ വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ലേറ്റും കാര്യങ്ങളൊന്നുമില്ല. ഡെഗാണ ജംഗ്ഷനിൽ 5 മിനിറ്റാണ് നമുക്ക് സ്റ്റോപ്പ് ഉള്ളത്. മരുഭൂമിയുടെ ആ ഒരു അത്രയും സിവിയറായിട്ടൊന്നും ഇവിടെ ഇപ്പോൾ പൊടിയില്ല. കുറച്ച് നേരം മുമ്പ് വരെ എനിക്ക് ജനൽ തുറന്ന് വെക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇവിടെ സീറ്റ് ഫുള്ള് പൊടിയായിരുന്നു. നിങ്ങളെ ഞാൻ അന്ന് കാണിച്ചു തരുന്നു, വീഡിയോ ഉണ്ടല്ലോ. സോ ഇപ്പം കുറവുണ്ട്. ഇനി ഡെഗാണ കഴിഞ്ഞിട്ട് നമ്മളിനി ഫുലേറ ഒക്കെ ഉണ്ട്. ഫുലേറ, അതേപോലെ മക്രാന, സാമ്പർ ലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതൊരു കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് സാമ്പർ ലേക്ക്. വീണ്ടും യാതൊരു തരത്തിലുള്ള താമസവും ലേറ്റോ ഒന്നും ലാഗൊന്നും ഇല്ലാതെ ഗച്ചിപുര റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഡിപ്പാർട്ട് ചെയ്യുകയാണ്. നമ്മളിപ്പോഴും എല്ലാവരും സാമ്പറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. സോ നമ്മൾ മക്രാന ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഒരു തരത്തിലുള്ള ഡിലേ ഇല്ലാതാണ് ട്രെയിൻ പോകുന്നത്. ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. ഇവിടെ പർബത്സർ സിറ്റി എന്നുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതുമായിട്ടൊരു കണക്ഷൻ ഈ റൂട്ടിനുണ്ട്. അതുകൊണ്ടാണ് ഇതിലെ ജംഗ്ഷൻ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് മക്രാന ജംഗ്ഷൻ. അത്യാവശ്യം ആൾക്കാരുണ്ട്, കുഴപ്പമില്ല, ജനറലിന് വേണ്ടിയിട്ടുള്ള. സോ ഗൈസ്, നമ്മൾ കാത്തിരുന്ന ആ സാമ്പാറിലേക്ക് ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് വരുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാം. വലിയൊരു സോൾട്ട് റിക്കവറി ഏരിയ ആണ്.
അതാണ് നിങ്ങൾ കാണുന്ന സാമ്പാർ ലേക്ക്. ഏറ്റവും കൂടുതൽ ഉപ്പ് ഇവിടെ നിന്നാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ആക്ച്വലി ഇതിന് ഈ കായലിൻ്റെ ഇടയിലാണ് നമ്മൾ പോകുന്നത്. നമുക്കിവിടെ ബ്രിഡ്ജൊന്നുമില്ല. കറക്റ്റ് ഈ സ്ഥലത്ത് അധികം ലാൻഡ് ഏരിയ ആയിട്ടുണ്ട്. ഓക്കെ, എന്തുമാത്രം ഉപ്പാണ് അവിടുന്ന് ശേഖരിച്ചെടുക്കുക എന്നുള്ള നിൽക്കി തന്നെ കാണാം. ഇവിടെ നമ്മളുടെ കായലിൻ്റെ നിറം ചെറുതായിട്ട് റെഡിഷായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഈ കാണുന്ന ഈ വെള്ളം ഇല്ലാണ്ടിരിക്കുന്ന വരണ്ട ഭാഗം കണ്ടോ, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഉപ്പാണ്. അതായത് ഇവിടുത്തെ ഈ വെള്ളം വറ്റിച്ചെടുക്കുന്നതാണ്. ഈ ഉപ്പിനെയാണ് അവസാനം അവർ ഓൾ ഇന്ത്യ മൊത്തത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത് ഈ കാണുന്ന എല്ലാം ഉപ്പ് തന്നെയാണ്. That is Sambar Lake, the most famous Sambar Lake over there. സോ ഗൈസ്, നമ്മളങ്ങനെ ഫുലേറ ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഫുലേറ ജംഗ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് അവർ ആദ്യത്തെ ചാപ്റ്ററായ ബീർ ബഹൂട്ടിയിൽ പഠിക്കുന്ന ലൊക്കേഷൻ ഇതാണ്. ആക്ച്വലി ഞാനും 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട്, ട്യൂഷൻ എടുക്കുന്നുണ്ട്, ഹിന്ദി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നു ഞാൻ ഫുലേറ ജംഗ്ഷൻ വഴിയാണ് പോകുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ അയച്ചു തരാം, ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അവരപ്പോഴേ പറഞ്ഞു അണ്ണാ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തരണം എന്നുള്ളത്. സോ മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണിത് കേട്ടോ. സോ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ജംഗ്ഷൻ എന്ന് വിളിക്കാൻ കാരണം 4 റൂട്ടാണ് ഇവിടെ വന്ന് ചേരുന്നത്. അതായത് ഇപ്പം നമ്മൾ വന്ന സാമ്പാറിലേക്ക് വന്ന റൂട്ട്, ഇത് കൂടാതെ ഇവിടുന്ന് ജയ്പൂരിലോട്ട് പോകുന്നു, ഒബ്വിയസ്ലി ജയ്പൂരിലോട്ട് പോകുന്ന റൂട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അജ്മീറിലോട്ട് പോകുന്ന റൂട്ടുണ്ട്, റിംഗാസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടും പോകുന്ന റൂട്ടുണ്ട്. സോ ഇതെല്ലാം കൂടെ ചേർന്നാണ് ഫുലേറ ജംഗ്ഷൻ വരുന്നത്. സോ ഫുലേറ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ്. നമ്മൾ ഓൺ ടൈമിനെക്കാട്ടി നേരത്തെ എത്തി. 12:13 എത്തേണ്ട ട്രെയിനായിരുന്നു. ഇപ്പം മണി 12 ആയതേ ഉള്ളൂ. 12 ഞാൻ ഇപ്പം വീഡിയോ എടുക്കുമ്പോൾ 12:05 സോ എന്തായാലും 12:15 വരെ വണ്ടി ഇവിടെ തന്നെ ഉണ്ടാവും. നേരത്തെ വന്നെന്നും പറഞ്ഞുകൊണ്ട് വണ്ടി നേരത്തെ എടുക്കൂല. സോ ഷെഡ്യൂൾ ഡിപ്പാച്ചറിൽ നമുക്ക് വണ്ടി എടുക്കുന്നതായിരിക്കും. സോ സാമ്പാറിലേക്ക് കണ്ട എല്ലാവരും റെസ്റ്റ് ഇരിക്കല്ലേ, നമുക്ക് ട്രെയിനിലേക്ക് കയറാം. സോ ട്രെയിൻ ഇപ്പോൾ കനക്പുരയിൽ എത്തിയിട്ടുണ്ട്. സോ ഇവിടുന്ന് ഒരു 10-15 മിനിറ്റും കൂടെ ഉള്ളൂ ജയ്പൂർ എത്താൻ. നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഈ ജേർണിയിൽ, ലൈക്ക് ജയ്പൂർ എത്തുന്നതിന് മുമ്പുള്ള. Great hospitality over here. സോ നമ്മുടെ ഫൈനൽ സ്റ്റോപ്പായ കനക്പുര ആണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. സോ ഡിപ്പാർച്ചർ ഒരു 3 മിനിറ്റ്സ് ലേറ്റായിട്ടാണ് ഡിപ്പാർച്ചർ ആയിരിക്കുന്നത്. കറക്റ്റ് 11:15 തന്നെ ജയ്പൂർ എത്തുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. 11 1:15 തന്നെ ജയ്പൂർ എത്തുന്നതാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് സ്ലാക്ക് ടൈം ഉണ്ട് ഇതിന്. സോ നമുക്ക് ജയ്പൂർ ഇനി എത്താൻ എത്ര ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. ഇപ്പം മണി 1:05 ആയിട്ടുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ്. ഇല്ലേ സോ
സോ നമ്മൾ രാജസ്ഥാൻ്റെ തലസ്ഥാന നഗരിയായ ജയ്പൂരിൽ എത്തിയിരിക്കുകയാണ്. പിങ്ക് സിറ്റിയുടെ മണ്ണിൽ കാല് കുത്തിയിരിക്കുകയാണ് അവസാനം. സോ ട്രെയിൻ കറക്റ്റ് സമയത്തൊക്കെ തന്നെയാണ് എത്തിയിരിക്കുന്നത്. കറക്റ്റ് 1:15 ആയപ്പോൾ തന്നെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ലേറ്റും കാര്യങ്ങളൊന്നും ഇല്ല. സോ ഇനി ഇവിടെ നമുക്കൊരു ഫ്രഷപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോട്ടലിലോട്ട് ചെക്ക് ഇൻ ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെയുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ജയ്പൂർ ജംഗ്ഷനിൽ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. നമ്മൾ വന്നിരിക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 7-ലും. ഈ പ്ലാറ്റ്ഫോം നമ്പർ 7 എന്ന് പറയുന്നത് അവിടെ ഒരു ടെർമിനൽ സ്റ്റേഷനാണ്. ഞാൻ കാണിച്ചത് ടെർമിനലാണ്. അതായത് ട്രാക്ക് അവിടെ നിന്നൊക്കെ അങ്ങോട്ടില്ല. പക്ഷേ സ്റ്റേഷൻ ടെർമിനൽ അല്ല. ബാക്കി പ്ലാറ്റ്ഫോമിലൊക്കെ അങ്ങോട്ടേക്കൊക്കെ പോകാൻ ഡൽഹി റൂട്ട്, ആഗ്ര റൂട്ടൊക്കെ, ഹൗഡ റൂട്ടിലൊക്കെ പോകാൻ ഇതുണ്ട്. ആണ് ഞാൻ കാണിച്ചത്. ഇവിടം വരെ ഉള്ളൂ സ്റ്റോപ്പ്. ഓക്കെ, നമ്മുടെ കന്യാകുമാരി കണക്ക് കൊല്ലത്തും ഉണ്ട് ഇതേപോലെ പാർഷ്യൽ ടെർമിനൽ. ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ലോക്കോ. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ജോധ്പൂർ വാരാണസി സിറ്റി മരൂധർ എക്സ്പ്രസ് വരുന്നത് കാണാം. ജോധ്പൂരിലേക്കാണ് ട്രെയിൻ പോകേണ്ടത്. സോ ഇവിടുന്ന് വാരണാസിയിലേക്ക് പോവുകയാണ്. ജോധ്പൂരിൽ നിന്ന് വാരണാസിയിലേക്ക് ഹെഡ് ഓൺ ചെയ്യുന്ന മരൂധർ എക്സ്പ്രസ് ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. സോ നമ്മൾ ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പിൻഭാഗത്താണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം പ്ലാറ്റ്ഫോം നമ്പർ 7-ന് ഇറങ്ങാൻ അതാണ് എളുപ്പം. സോ ഇവിടെ നിങ്ങൾക്ക് ജയ്പൂർ മെട്രോ ഒക്കെ കാണാം. ആ കാണുന്നത് മെട്രോ സ്റ്റേഷനാണ് ജയ്പൂർ ജംഗ്ഷനിലേക്കുള്ള.